Hi dear students, അപ്പോൾ നമ്മൾ ഇന്ന് OG സീരീസിലെ +1 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിംഗ് വേൾഡ് ആണ്. അതും വിത്തിൻ ഷോർട്ട് 10 മിനിറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിവിംഗ് വേൾഡ് എന്ന് സാധാരണയായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് നീറ്റ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൽ രണ്ട് പാർട്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ലിവിംഗ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട് അല്ലേ. ഇവർക്ക് എല്ലാവർക്കുമുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ പറയുകയാണ്. ഗ്രോത്ത്, reproduction, metabolism, cellular organization, consciousness. അപ്പോൾ ഈ ഇത്രയും ക്യാരക്ടേഴ്സ്, ഈ 5 ക്യാരക്ടേഴ്സിൽ എല്ലാം തന്നെ ലിവിങ് ഓർഗാനിസത്തിന്റെ ഡിഫൈനിങ് ഫീച്ചർ ആണോ എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിന് മാത്രം ഉള്ളതാണോ, നോൺ ലിവിങ് തിങ്സ് കാണിക്കാത്തതാണോ, അത് മാത്രമല്ല എല്ലാ ലിവിങ് തിങ്സും കാണിക്കുന്നതാണോ, അങ്ങനെ വെച്ചാണ് നമുക്ക് അതിന് ഡിഫൈനിങ് ആണെന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ, സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന 5 ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ ഇതിൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും ഡിഫൈനിങ് ഫീച്ചേഴ്സ് അല്ല. അപ്പൊ എന്താ ഗ്രോത്ത്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളർച്ചയല്ലേ, ഇൻക്രീസ് ഇൻ മാസ് ഓഫ് എൻ ഓർഗാനിസം. അപ്പൊ പ്ലാന്റ്സിനും ആനിമൽസിനും അത് ഓക്കെയാണ്. കാരണം ആനിമൽസിന് ഇൻക്രീസ് ഇൻ മാസ് നമുക്ക് പറയാം, പക്ഷെ നമ്മൾ ഒരു സർട്ടൻ ഏജ് വരെ ഗ്രോ ചെയ്യുള്ളൂ. ആഫ്റ്റർ വിച്ച് സെല്ല് റിപ്പയർ ആണ് ചെയ്യുക. അപ്പൊ എനിക്ക് മുറിയാണെങ്കിൽ റിപ്പയർ നടക്കും. പ്ലാന്റ്സിലാണെങ്കിൽ അൺലിമിറ്റഡ് ഗ്രോത്ത് ആണുള്ളത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉള്ളത് കൊണ്ട്. എന്നാൽ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലോ ഗ്രോത്ത് എന്ന് പറയുന്ന ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ആണ്. ഇപ്പോൾ ഒരു ബാക്ടീരിയൽ കോളനി വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് ബാക്ടീരിയ വളർന്നു കൂടി. അപ്പൊ അവിടെ ഗ്രോത്ത് റീപ്രൊഡക്ഷനും സിനോണമസ് ആണ്, സെയിം ആണ്. എന്നാൽ ഈ നോൺ ലിവിങ് തിങ്സ് വളരുമോ? എല്ലാ ലിവിങ് തിങ്സും വളരുന്നുണ്ട്. നോൺ ലിവിങ് തിങ്സ് വളരുമോ? ദേ ഓൾസോ ഗ്രോ. ഫോർ എക്സാമ്പിൾ സാൻഡ് ഡ്യൂൺസ് കണ്ടു കഴിഞ്ഞാൽ മണ്ണ് വന്ന് വീണ് അതിങ്ങനെ വലുതാവും. ഒരു ചവറ് കൂനയിൽ ചവറിട്ട് അത് വലുതാവും. ദിസ് ഈസ് ആക്ച്വലി ഇൻക്രീസ് ഇൻ മാസ്. പക്ഷേ ഇത് ശരിക്കും എക്സ്റ്റേണൽ ഗ്രോത്ത് ആണ്. എക്സ്റ്റേണലി നമ്മൾ സാധനങ്ങൾ ഇട്ട് വളരുന്നതാണ്. പക്ഷെ ഓൾ ദ ലിവിങ് തിങ്സ് ഹാവ് ഇന്റേണൽ ഗ്രോത്ത്. പക്ഷേ ബേസിക്കലി ഗ്രോത്തിന് നമുക്കൊരു ഡിഫൈനിങ് ഫീച്ചർ ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് യെസ്, ദ നോൺ ലിവിങ് തിങ്സ് ഗ്രോ ബൈ എക്സ്റ്റേണൽ ഗ്രോത്ത്. ഇനി നമ്മൾ അടുത്ത ഫീച്ചറിലേക്ക് പോവുകയാണ്. അപ്പോൾ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി, യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആൻഡ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ഐപാഡൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത ഐപാഡ് ജനറേഷന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നാൽ മതി, അതിങ്ങനെ വരും. അങ്ങനെ ഇല്ലല്ലേ, നമുക്കറിയാം. യെസ്, ദേ ഡു നോട്ട് റീപ്രൊഡ്യൂസ്. പക്ഷേ എല്ലാ ലിവിങ് തിങ്സും റീപ്രൊഡ്യൂസ് ചെയ്യുമോ? നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ബാക്ടീരിയ തൊട്ട് ഓർഗാനിസംസ് എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി നമ്മൾ ഹ്യൂമൻസ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ സർട്ടൻ ഓർഗാനിസംസ് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് മ്യൂളിനെയും വർക്കർ ഹണി ബീനെയും അല്ലെങ്കിൽ ഹ്യൂമൻസിൽ തന്നെ ഇൻഫെർട്ടൈൽ കപ്പിൾസിനെയും നോക്കിക്കഴിഞ്ഞാൽ ദേ ഡു നോട്ട് റീപ്രൊഡ്യൂസ്, ബട്ട് ദേ ആർ ലിവിങ്. സോ വി കനോട്ട് ടേക്ക് റീപ്രൊഡക്ഷൻ ആസ് എ ഡിഫൈനിങ് ഫീച്ചർ. ഇങ്ങനെ ഗ്രോത്തും റീപ്രൊഡക്ഷനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോ ടു മെറ്റബോളിസം. What is metabolism? Some total of all chemical reactions occurring in our body. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമ്മൾ മെറ്റബോളിസം എന്ന് വിളിക്കും. ഈ മെറ്റബോളിസം ഔട്ട്സൈഡ് ദ ബോഡി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. പക്ഷെ ഇൻവിട്രോ നടക്കുന്ന മെറ്റബോളിസത്തിനെ ലിവിങ് തിങ് എന്ന് വിളിക്കില്ല. ഇറ്റ്സ് ഓൺലി കോൾഡ് ആസ് എ ലിവിങ് റിയാക്ഷൻ. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് മെറ്റബോളിസം ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ. ഇനി അടുത്തതാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലെന്ന് പറയുന്നത് തന്നെ ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു ഫീച്ചറാണ്. അതുകൊണ്ടാണ് വൈറസിനെ നമ്മൾ നോൺ ലിവിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം. കാരണം അവിടെ അവർക്ക് സെല്ലില്ല. ദേ ആർ കൺസിഡേർഡ് നോൺ ലിവിങ് ഔട്ട്സൈഡ് ദ ബോഡി. അപ്പൊ നോൺ ലിവിങ് തിങ്സിന് ഒന്നും സെല്ലില്ല, സെല്ല് ലിവിങ് തിങ്സിനേ ഉള്ളൂ. ഓൾസോ ഇന്ററാക്ഷനും കാണിക്കുന്നത് ലിവിങ് തിങ്സ് ആണ്. അപ്പൊ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ നമുക്കറിയാം RNA, DNA, ലിപ്പിഡ്സ്, പ്രോട്ടീൻ, ഷുഗർ ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ സെൽ ഓർഗനല്ലാസ് ഉണ്ടാവുക. സെൽ ഓർഗനല്ലാസ് ചേർന്ന് നമുക്ക് സെല്ല് ഉണ്ടാവുന്നു, സെല്ല് ചേർന്ന് ടിഷ്യൂ ഉണ്ടാവുന്നു, അങ്ങനെ ടിഷ്യൂ ചേർന്ന് ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം. ദിസ് ഇസ് ഇന്ററാക്ഷൻ. ഇവിടെ പലപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ ഇടുന്ന സാധനങ്ങൾ അതേ പ്രോപ്പർട്ടി ആണോ നമുക്ക് ഉണ്ടാവുന്ന പ്രോഡക്റ്റിനുള്ളത്? ഫോർ എക്സാമ്പിൾ മാക്രോമോളിക്യൂൾസ് ചേർന്നാണ് സെൽ ഓർഗനല്ല ഉണ്ടാവുന്നത്. സോ ഡു മാക്രോമോളിക്യൂൾസ് ആൻഡ് സെൽ ഓർഗനല്ല ഹാവ് ദ സെയിം പ്രോപ്പർട്ടി? നോ. ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ചായ ഇടുന്ന പോലെയാണ്. നമ്മൾ പാലൊഴിക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, തേയിലിടുന്നു, ചായ ഉണ്ടാക്കുന്നു. ചായ വിൽ ഹാവ് എ ഡിഫറെന്റ് ടേസ്റ്റ് ദാൻ ഇൻഡിവിജ്വൽ ഓഫ് ദീസ് ഓൾ പ്രോഡക്ട്സ്. അപ്പൊ നമുക്ക് പറയാം ദിസ് ഓൾ പ്രോഡക്ട്സ് കമ്പൈൻ ഇന്ററാക്ട് ചെയ്ത്
നമുക്കുണ്ടാവുന്ന ന്യൂ തിങ്ങിന് എമർജന്റ് പ്രോപ്പർട്ടി ആയിരിക്കും, ഒരു പുതിയ എമർജന്റ് പ്രോപ്പർട്ടി ആയിരിക്കും, നോട്ട് ദി എക്സാക്ട് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ കമ്പോണന്റ്. അങ്ങനെ ഇന്ററാക്ഷനും എന്ത് നമുക്ക് പറയാം, ഒരു ഡിഫൈനിങ് ഫീച്ചർ ആണെന്ന് പറയാം. And then we go to the last and the most important defining feature, which is consciousness അല്ലെങ്കിൽ response to external stimuli. ബാക്ടീരിയാസിനും ഹ്യൂമൻസിനും പ്ലാന്റ്സിനും ഒക്കെ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ട്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ മരത്തിന് അടിച്ചാൽ തിരിച്ചടിക്കില്ലല്ലോ, അതല്ല. ദേ ഗ്രോ ടുവേർഡ്സ് ദ സൺലൈറ്റ്, ദർ റൂട്ട്സ് ഗ്രോ ടുവേർഡ്സ് വാട്ടർ, ഇതെല്ലാം റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണ്. പക്ഷേ നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ബോധ്യം, സെൽഫ് കോൺഷ്യസ്നെസ് ഹ്യൂമൻസിന് മാത്രമുള്ള പ്രോപ്പർട്ടിയാണ്. ബട്ട് കോൺഷ്യസ്നെസ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു, വിച്ച് ഇസ് ആൾ അബൌട്ട് ലിവിങ് ഓർഗാൻസ്. അപ്പൊ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ലിവിങ് എന്ന് പറയുന്നതിൽ എടുത്താൽ യു ഹാവ് നോൺ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ്. ആ നോൺ ഡിഫൈനിങ്ങിൽ വരുന്നതാണ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ. So we will ask like why, and then you have the defining features. ആ ഡിഫൈനിങ് ഫീച്ചേഴ്സിൽ നമുക്ക് വരുന്നതാണ് മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, then you have, yes, the next important property, interaction and response to external stimuli. ഓക്കെ അല്ലേ ഗൈസ്? അപ്പൊ ലിവിങ് എന്ന് പറയുന്ന പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഞാൻ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ എല്ലാം വീഡിയോ കണ്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ആൻസർ കൊടുത്തേക്കണം കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് വൺ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് പാർട്ട്, ബയോഡൈവേഴ്സിറ്റി. അപ്പൊ നമുക്ക് എന്താണ് ലിവിങ് ഓർഗാൻസ് എന്ന് മനസ്സിലാക്കി. പക്ഷെ ഓരോ ജീവജാലത്തിനെ എടുത്തു വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ലിവിങ് ഓർഗാനിസം ഉണ്ട്. ഇതിനെയാണ് ബയോ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ്. ബയോ ലൈഫ്, ലൈഫ് അങ്ങനെ നമുക്കൊരു ഡൈവേഴ്സിറ്റിയിൽ കാണാം. ശരിക്കും 1.7 to 1.8 മില്യൺ സ്പീഷീസ് ആണ് എർത്തിലുള്ളത്. ഇത്രയും സ്പീഷീസിനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവർ ഓരോ ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്ത് പഠിക്കും. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് എസ് ടാക്സോണമി. അപ്പോൾ ഈ ടാക്സോണമിയിൽ വാട്ട് വി ഡു, വി ആക്ച്വലി ഐഡന്റിഫൈ, ക്യാരക്ടറൈസ് ആൻഡ് ക്ലാസിഫൈ ഓർഗാനിസം. ഇതിൽ 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ആദ്യം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഓർഗാനിസത്തിന് അങ്ങോട്ട് ക്യാരക്ടർ പറയും. 4 കാലുള്ള, ഒരു തുമ്പിക്കൈയുള്ള, കൊമ്പുകൾ 2 ഉള്ള, വലിയ മുറം പോലെ ചെവിയുള്ള, ദാറ്റ് ഈസ് ക്യാരക്ടറൈസേഷൻ. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു അതൊരു ആനയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നിങ്ങൾ ആനയെ ക്ലാസിഫൈ ചെയ്യും. ആന എന്ന് പറയുന്നത് ഒരു വെറ്റിബ്രേറ്റ് ആണ്, അതൊരു കോഡേറ്റ് ആണ്, അതൊരു മാമലാണ്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. അത് കഴിഞ്ഞാണ് നമ്മൾ അതിന്റെ എക്സാക്ട് പേരിടുന്നത്. ദാറ്റ് ഈസ് നോമെൻക്ലേച്ചർ. ആൻഡ് വി ഗിവ് എ ഒറ്റ ഓർഗാനിസത്തിന് ഒറ്റ പേര്, അല്ലാതെ 10 പേരിട്ട് കൺഫ്യൂസ് ചെയ്യില്ല. ആൻഡ് ദാറ്റ് നെയിമിംഗ് സിസ്റ്റം ഇസ് കോൾഡ് എസ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ. അതിന്റെ ഫാദർ കാർലസ് ലിനേസ് ആണ് കേട്ടോ. ബൈനോമിയൽ നോമെൻക്ലേച്ചറിൽ തന്നെ ആനിമൽസിനെ നെയിം ചെയ്യാൻ ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമെൻക്ലേച്ചറും, നമ്മളുടെ പ്ലാന്റ്സിനെ നെയിം ചെയ്യാൻ ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമെൻക്ലേച്ചറും നമുക്കുണ്ട്. അപ്പൊ ഈ 2 നോമെൻക്ലേച്ചർ സിസ്റ്റം അനുസരിച്ചിട്ടാണ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും നെയിം ചെയ്യുന്നത്. ഇതിന് റൂൾസ് ഉണ്ട്. അപ്പൊ റൂൾസ് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ റൂൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളാ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സ്ലൈഡ് എടുത്തേച്ച് ഒന്ന് എഴുതി പറഞ്ഞാലോ. ഇത്രയേ ഉള്ളടാ. ഞാൻ ഒരു പേര് എഴുതുകയാണ്. ഇവനെ അറിഞ്ഞൂടാത്ത ആരുമില്ല. ഇത് വെച്ചാണ് നമ്മൾ കുഞ്ഞിലെ തൊട്ട് പഠിച്ചിട്ടുള്ളത്. മാഞ്ചിഫെറ ഇൻഡിക്ക. ലിൻ ഇരുന്നോട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു നെയിം നമുക്കറിയാവുന്ന ഒരു ലാംഗ്വേജ് ഒന്നുമല്ല. ഇറ്റ്സ് ആക്ച്വലി ലാറ്റിൻ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യുക. ഓൾസോ ഇഫ് യു ആർ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ വേർഡിനെ ജീനസ് നെയിം എന്നും സെക്കൻഡ് വേർഡിനെ സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷ്യസ് നെയിം എന്നും പറയും. ആൻഡ് ഈ ലിനേസ് എന്ന് പറയുന്നത് ശരിക്കും ആരാണോ ഈ ഓർഗാനിസത്തിന് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് അയാളുടെ പേരാണ് നമ്മൾ ലാസ്റ്റ് അബ്രിവേഷൻ ആയിട്ട് കൊടുക്കുക. ദിസ് വാസ് ഗിവൺ ബൈ കാർലസ് ലിനേസ്. ആൻഡ് ഇതിൽ ജീനസ് നെയിം മാത്രമാണ് ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും സ്പെസിഫിക് എപ്പിത്തറ്റ് വരെ പോകുന്നുണ്ടാവുക. ആൻഡ് ഓഫ് കോഴ്സ് ഫോർ എ സിംഗിൾ ഓർഗാനിസം യു വിൽ ഓൺലി ഹാവ് എ സിംഗിൾ നെയിം.
അങ്ങനെ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ നോമൻക്ലേച്ചറിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ നമ്പർ 2. നല്ല പോലെ ഇത് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടാക്സോണമി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സോണമി വഴിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കുഞ്ഞു പോയിന്റ് കൂടെ പറയാം. ടാക്സോണമിക്ക് പുറമേ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് സിസ്റ്റമാറ്റിക്സ്. ശരിക്കും ടാക്സോണമി ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പും അതിനോടൊപ്പം ഓർഗാനിസത്തിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ പറയുന്നതാണ് ശരിക്കും സിസ്റ്റമാറ്റിക്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടാക്സോണമി വഴി ക്ലാസ് പൈസസ്, ആംഫിബിയ, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ് എന്ന് പറയുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക്സിൽ പറഞ്ഞു തരും യെസ് ഫിഷസിൽ നിന്നാണ് എന്തുണ്ടായത്? ആംഫിബിയൻസ് ഉണ്ടായത്. ആംഫിബിയൻസിൽ നിന്നാണ് റെപ്റ്റൈൽസ് ഉണ്ടായത്. റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഇവോൾവ് ചെയ്തത്. ഓൾസോ റെപ്റ്റൈൽസിൽ നിന്നാണ് മാമൽസ് ഇവോൾവ് ചെയ്തത്. അപ്പൊ ഈ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ പറഞ്ഞു തരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് സിസ്റ്റമാറ്റിക്സ്. ലൈക്ക് യു ക്ലാസിഫൈ ഓൾസോ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടെ പറയും. അപ്പൊ ശരിക്കും ടാക്സോണമിയിൽ നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ തട്ടുകളായിട്ട് അറേഞ്ച് ചെയ്യും. ഈ തട്ടുകളെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ റാങ്കുകൾ എന്ന് വിളിക്കാം. അപ്പോൾ ഏതൊക്കെയാ തട്ടുകള്? സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ആൻഡ് കിങ്ഡം. അപ്പൊ ഇത് ഓർക്കാൻ വേണ്ടി മിസ് ഒരു കോഡ് പറഞ്ഞു തരാം. സിമ്പിൾ ആണ്. ദീസ് ആർ ദ ഡിഫറെന്റ് ടാക്സോണമിക് കാറ്റഗറീസ്. അപ്പൊ നമുക്ക് പറയാം, സ്പീഷ്യസ് എന്ന് പറയുന്ന ഒരു പയ്യൻ വീട്ടിലെ ഏറ്റവും വലിയ ജീനിയസ് ആയിരുന്നു. ഫാമിലിയിലെ തന്നെ. അപ്പോൾ വീട്ടിലെ ഫാമിലിയിലെ ഇവൻ എന്നും ഒരു ഓർഡറിൽ ക്ലാസ്സിലേക്ക് പോകും. എന്നാലല്ലേ പഠിച്ചാലല്ലേ ജീനിയസ് ആവുള്ളൂ. ക്ലാസ് ആണ് ഡിവിഷൻ പി. സോ ഡിവിഷൻ ഓർ ഫൈലം. ഇത് നടക്കുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. അപ്പൊ കിങ്ഡം ആണെന്ന് ആലോചിക്കാം. സോ ഫ്രം സ്പീഷ്യസ് ടു ജീനസ് ടു ഫാമിലി ടു ഓർഡർ ടു ക്ലാസ്, ഡിവിഷൻ ഓർ ഫൈലം ടു കിങ്ഡം. ഇത് ഇത്രയും ടാക്സോണമിക് കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് ആണ്. ഈ കാറ്റഗറി അല്ലെങ്കിൽ റാങ്കിലെ ഒരു മോർഫോളജിക്കൽ യൂണിറ്റുകളെയാണ് ടാക്സോണുകൾ എന്ന് വിളിക്കുക. ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, മനസ്സിലാക്കുക മക്കളെ, ഞാൻ കിങ്ഡം എന്ന് പറയുമ്പോൾ ഈ കിങ്ഡത്തിൽ 5 കിങ്ഡം ഉണ്ടല്ലേ. ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, യു ഹാവ് ദിസ് പ്രൊട്ടിസ്റ്റ, യു ഹാവ് ദിസ് ഫഞ്ചൈ. അപ്പോൾ ഞാൻ പറയുകയാണ് ആനിമൽ കിങ്ഡംസ്. അപ്പം ഈ റാങ്കിലെ ഒരു കിങ്ഡത്തിന് മാത്രം പറയുന്നു ആനിമൽ കിങ്ഡം. ഇതിനെ എനിക്കൊരു സിംഗിൾ ടാക്സോൺ ആണെന്ന് പറയും. അപ്പം ഞാൻ ക്ലാസ്സിലെ മമേലിയ മാത്രം പറയുന്നു. മമേലിയ മാത്രമായിട്ടൊരു ടാക്സോൺ ആണ്. സോ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഓഫ് എ പെർട്ടിക്കുലർ റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടാക്സോൺ എന്ന് വിളിക്കുക. അതൊരു ഐഡന്റിക്കൽ യൂണിറ്റുകളായിരിക്കും. മാമേലിയ ഒരു ടാക്സോൺ ആണ് ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ, അതുപോലെ ഏവ്സ് ഒരു ടാക്സോൺ ആണ് ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ. സോ ലൈക്ക് ദാറ്റ് ടാക്സോൺസ് ഗോ. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഷ്യസ് ആണ്. ഇതിലാണ് ഏറ്റവും സിമിലർ ഓർഗാനിസംസ് ഉള്ളത്. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും ഭയങ്കര സിമിലർ ആണ്. നേരെ തിരിച്ച് കിങ്ഡത്തിൽ ഒരു മനുഷ്യനും എൻ്റെ അടുത്തൊരു സ്പോഞ്ചും വെച്ചാൽ ഞങ്ങൾ തമ്മിൽ സിമിലാരിറ്റി കുറവാണ്. അപ്പൊ നിങ്ങൾക്കറിയാം സ്പീഷ്യസ് ടു കിങ്ഡം പോവാൻ നേരത്ത് സിമിലാരിറ്റി ഗോ ഓൺ ഡിക്രീസിങ്. കോമൺ ക്യാരക്ടേഴ്സ് കുറയും, സിമിലാരിറ്റി കുറയാണ് ചെയ്യുന്നത് നമ്മൾ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോവാൻ. ഇനി സ്പീഷ്യസ് എന്ന് പറയുന്നതാണ് ഇന്റർബ്രീഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. സിമിലർ സ്പീഷ്യസ് ചേർന്നാൽ ഒരു എന്തുണ്ടാവുന്നു? നമ്മുടെ ഒരു ജീനസ് ഉണ്ടാവുന്നു. സിമിലർ ജീനസ് ചേർന്നാൽ ഫാമിലി, സിമിലർ ഫാമിലി ചേർന്നാൽ ഓർഡർ, സിമിലർ ഓർഡർ ചേർന്നാൽ ക്ലാസ്, സിമിലർ ആനിമൽ ക്ലാസുകൾ ചേർന്നാൽ ഫൈലം, പ്ലാന്റിന്റെ ക്ലാസുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഡിവിഷൻ, ഡിവിഷൻസ് ചേർന്നാൽ പ്ലാന്റ് കിങ്ഡം, ഫൈലം ചേർന്നാൽ ആനിമൽ കിങ്ഡം. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിന്റെ കിടിലം എക്സാമ്പിൾസ് വിച്ച് ഇസ് ഗിവൺ ഇൻ NCERT ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസൈഡ് ദി ഈച്ച് ഓഫ് ദി സെന്റൻസസ് നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സൊളനം, സൊളനേഷ്യ ഫാമിലി, പെറ്റൂണിയ, ഡെറ്റൂറ ഇതെല്ലാം വരുന്ന സൊളനേഷ്യ ഫാമിലിയെ കുറിച്ചും പിന്നെ കോൺവോൾവുലേഷ്യ ഫാമിലിയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ കുഞ്ഞു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ നമുക്കിതാ ഇതുപോലൊരു ചാർട്ട് NCERT കൊടുത്തിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ ഇനി നോക്കാൻ പോവുക. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള മാൻ, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ്.
ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വെൻ യു ആർ സ്റ്റഡിയിങ് യു ഹാവ് ടു റൈറ്റ് ഓൾ ദി കാറ്റഗറീസ്. ഭയങ്കര സിമ്പിളാണ്, ഇതൊന്നും നമുക്ക് തെറ്റത്തേ ഇല്ല. അപ്പം നമുക്കറിയാം സ്പീഷീസ് ഉണ്ട്, ജീനസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ഓർഡർ ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം ഉണ്ട്, കിങ്ഡം ഉണ്ട്. ഇനി ഭയങ്കര സിമ്പിളാണ് നമുക്കിത് ചെയ്തെടുക്കാൻ. സോ ഇതിൽ നമുക്ക് അറിയാവുന്ന ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതെല്ലാം പെട്ടെന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഹ്യൂമൻസ്. സാപ്പിയൻ, ഹോമോ, നമുക്കറിയാവുന്ന കിങ്ഡം, ആനിമൽ കിങ്ഡം. ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം പറഞ്ഞു കഴിഞ്ഞാൽ കോർഡേറ്റ ആണ്, നമുക്കറിയാവുന്ന എഴുതാം. ക്ലാസ് മമേലിയാണ്. ഫാമിലി ഹൊമിനിഡേ, DAE വരും, എയിലാണ് ഫാമിലി എൻട്രി ആൻഡ് ഓർഡർ ഈസ് പ്രൈമേറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്, എനിക്ക് അറിയാവുന്ന വെച്ച് ഞാൻ ഫില്ല് ചെയ്ത് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാംഗോ ചെയ്താലോ? മാംഗോ എന്ന് പറയുന്നത് പ്ലാന്റ് കിങ്ഡത്തിലാണ് വരുന്നത്. പ്ലാന്റ് കിങ്ഡത്തിലെ ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ഡിവിഷനിലാണ് അല്ലെ. അതിൽ തന്നെ ഡൈക്കോട്ടുകളാണ് ഇവർ. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് എഴുതാം മാഞ്ചിഫറ, ഇൻഡിക്ക, മാഞ്ചിഫറ. ആകെ അറിഞ്ഞുകൂടാത്ത രണ്ട് കാര്യമാണ്. ഫാമിലി ഈസ് അനാകാർഡിയേസേ ആൻഡ് ഓർഡർ ഈസ് സാപ്പിൻഡൈസ്. ഇത് ഓർക്കാൻ ആം ഷേക്ക് എന്ന് ഓർക്കുക. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ആം ഷേക്ക്, അനാകാർഡിയേസേ, സാപ്പിൻഡൈസ്. ഇനി ഇതുപോലെ നമുക്ക് വീറ്റ് ഉണ്ട്. വീറ്റ് ഈസ് ട്രിറ്റിക്കം ഏസ്റ്റിവം സ്പീഷീസ് ആണ്, ട്രിറ്റിക്കം ജീനസ് ആണ്. നൗ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്നതാണ്. ഡിവിഷൻ ഇസ് ആൻജിയോസ്പെർമേ അഗെയിൻ. അതിൽ അവർ മോണോകോട്ടിലിഡൻസ് ആണ് ക്ലാസ് വരിക. പിന്നെ ആകെയുള്ളത് ഫാമിലി ആൻഡ് ഓർഡർ. പൊയേസിയേ, എയിൽ എൻട്രി ചെയ്യുന്ന ഫാമിലി, പൊയേൽസ് എന്ന് പറയുന്ന ഓർഡർ. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഹൗസ് ഫ്ലൈ നോക്കാം. മസ്ക ഡൊമസ്റ്റിക്ക. അപ്പോൾ നമുക്കറിയാം ഡൊമസ്റ്റിക്ക സ്പീഷ്യസ്, മസ്ക ഫാമിലി, മസ്ക ജീനസ് ആൻഡ് മസ്കിഡേ ഫാമിലി. സെറ്റാണ് എ എന്ന്. അപ്പോൾ മസ്കിഡേ ഫാമിലി. ഇനി ബാക്ക് നിന്ന് വരികയാണെങ്കിൽ ആനിമൽ കിങ്ഡത്തിൽ വരുന്നു. അതിൽ തന്നെ ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്നു. അതിൽ ക്ലാസ് ഇൻസെക്റ്റയിൽ വരുന്നു ആൻഡ് ഓർഡർ ഇസ് ഡിപ്റ്ററ. 2 വിങ്സ് വിത്ത് ഫ്ലൈ ചെയ്യുന്നവരാണ്. ദേ ആർ ഡിപ്റ്ററ എന്ന് പറയാം. 2 പെയർ ഓഫ് വിങ്സിൽ ഫ്ലൈ ചെയ്യുന്നവരാണ്. സോ ഇത്രയും പറയുമ്പോൾ ദ ഹോൾ ചാപ്റ്റർ ലിവിംഗ് വേൾഡ് ഈസ് കംപ്ലീറ്റഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് യു ഹാവ് ടു give me answer in the chat box. Match the following and choose the correct option. അപ്പോൾ ഈ 3 ആൻസേഴ്സും ചാറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് ചാപ്റ്റേഴ്സ് എല്ലാം ഇനിയും ക്വിക്ക് ആൻഡ് ഈസി ആയി പഠിക്കാം. സോ താങ്ക് യു ഗൈസ്. See you on the next video.